ഈ ഒരു ക്രാഫ്റ്റിന് നമുക്ക് ആവശ്യമുള്ളത് 3D origami സ്മോൾ പീസാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോൻ്റെ റൈറ്റ് സൈഡിലെ ഏറ്റവും ടോപ്പിൽ ഞാൻ കൊടുക്കാം. നമ്മളിതാ ഇതുപോലെ ആദ്യത്തെ ലെയറിൽ 4 പീസും രണ്ടാമത്തെ ലെയറിൽ 3 പീസും നിങ്ങൾ ഗ്ലൂ ചെയ്ത് കണക്റ്റ് ചെയ്യുക. ഇതേപോലെ നമ്മളിപ്പോൾ വീഡിയോയിൽ ഗ്ലൂ ചെയ്യണത് കാണിക്കണില്ല, പക്ഷേ നിങ്ങൾ ഗ്ലൂ ചെയ്ത് വേണം ഇത് കണക്ട് ചെയ്യാനായിട്ട്. ഇതേപോലെ ആദ്യത്തെ ലെയറിൽ 4ഉം രണ്ടാമത്തെ ലെയറിൽ 3 പീസും കണക്ട് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ നിങ്ങൾ ഇതിനെ ഒരു സർക്കിളായി ഇതേപോലെ ഒരു പീസ് കൊണ്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പുഷ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യുക. അടുത്തായി നമുക്കിതാ ഈ ഒരു 4 പീസുള്ള ഈ ഒരു ലെയറിനെ നമുക്ക് 8 പീസാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പീസ് ഇതിന് സെൻറ്ററിലായിട്ട് വെറുതെ വയ്ക്കുക. ഗ്ലൂ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. അതിനുശേഷം അതിൻ്റെ 2 എൻഡിൽ ഇതേപോലെ കണക്ട് ചെയ്യുക. ഇതേപോലെ ഒരു പീസ് ഇവിടെയും ഒരു പീസ് ഇവിടെയും കണക്ട് ചെയ്യുക. വീണ്ടും ഈ പാറ്റേൺ ഫോളോ ചെയ്യാം. ഈ 2 പീസിന് നടുക്കായി ഇതുപോലൊരു നോർമൽ പീസ് വയ്ക്കുക. ബിറ്റ്വീൻ ദം നമ്മൾ ഇതേപോലെ 2 പീസ് കണക്ട് ചെയ്യുക. ഇതുപോലെ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ഈ ലെയർ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ലെയറിൽ 8 പീസ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഒരു നോർമൽ ലെയർ 8 പീസിൻ്റെ നോർമൽ ലെയർ ഇതുപോലെ കണക്ട് ചെയ്യുക. ഈ ലെയർ മുഴുവനായിട്ട് ഇതുപോലെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ് ഈ ലെയറിനെ. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ ഒരു പീസിനെ ഇതിനിടയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. അതിനുശേഷം 2 പീസ് നമ്മളിത് ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു നോർമൽ പീസ് കണക്ട് ചെയ്യുക. ഇതുപോലെ ഒരു നോർമൽ പീസ് കണക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു നോർമൽ പീസിനെ വെറുതെ ഒന്ന് വയ്ക്കുക. ബിറ്റ്വീൻ ദം 2 പീസ് കൊണ്ട് കണക്ട് ചെയ്യുക. ഈ ഒരു പാറ്റേൺ, പിന്നെ നോർമൽ പീസ്, ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ഈ ലെയർ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളിതാ ഈ ഒരു റോനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 12 പീസ്. അടുത്തായിട്ട് ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു പീസിന് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇൻവേർട്ടഡ് ആയിട്ട് റെസ്റ്റ് ഓഫ് ദ പീസ് എല്ലാതും നോർമൽ വൈറ്റ് പീസുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ റെസ്റ്റ് ഓഫ് ദ പീസ് എല്ലാതും കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത ഒരു അഡ്ജിനെ നമ്മളിത് ഇതുപോലെ ഫ്രീ ആക്കി വിടുക. അതുപോലെ തന്നെ ഇവിടെയും കണ്ട ഇതുപോലെ ഫ്രീ ആക്കി വിടുക. അതിനുശേഷം റെസ്റ്റ് ഓഫ് ദ പീസ് എല്ലാതും നോർമൽ വൈറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തായിട്ട് നമുക്കിതാ ഇതുപോലെ ക്ലോസ് ചെയ്യാം. വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ 2 പീസുകൾ കൊണ്ട് ഈ 2 സൈഡും ക്ലോസ് ചെയ്യുക. അതിനുശേഷം റെസ്റ്റ് ഓഫ് ദ പീസ് എല്ലാതും നോർമൽ വൈറ്റുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തതായി ഇതുപോലെ ഇൻവേർട്ടഡ് ആയിട്ട് ഒരു 3 പീസ് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇതുപോലെ അതിനുശേഷം ഇതുപോലെ ഒരു പീസിന് മുകളിലായിട്ട് 2 പീസുകളുടെ എഡ്ജ് കണക്ട് ചെയ്ത് വയ്ക്കുക. അത് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ ഗ്ലൂ ചെയ്ത് കണക്ട് ചെയ്യുക. വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ഗ്ലൂ ചെയ്ത് കണക്ട് ചെയ്യുക. അതിനുശേഷം റെസ്റ്റ് ഓഫ് ദ പീസ് എല്ലാതും വൈറ്റുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തായി നമുക്കിതാ ഇതേപോലത്തെ 11 റോകൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതുപോലെ നിങ്ങൾ കണക്ട് ചെയ്ത് ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഇതുപോലത്തെ 10 റോ, ഇപ്പോൾ ഇത് ഒരു റോ ആണെങ്കിൽ ഇനി ഇതേപോലെ തന്നെ 10 റോ, ടോട്ടൽ 11 റോ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക.
അങ്ങനെ നമ്മളിതാ 11 റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമ്മളിതാ ഡിക്രീസ് ചെയ്യാൻ പോവാണ് ഈ ഒരു ലെയറിനെ. അതിന് വേണ്ടിയിട്ട് ഒരു പീസിലേക്ക് 3 എഡ്ജ് ഇതേപോലെ, വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക, 3 എഡ്ജ് ഒരു പീസിലേക്ക് കണക്ട് ചെയ്യുക. വീണ്ടും അതുപോലെ തന്നെ 3 എഡ്ജുകൾ ഒരു പീസിലേക്ക് ഇതേപോലെ കണക്ട് ചെയ്യുക. ഈ ഒരു പാറ്റേണിൽ വേണം നമ്മൾ ഈ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ സ്വാൻ്റെ ബോഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സ്വാൻ്റെ ടെയിൽ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ 4 പീസുകൾക്ക് മുകളിലായിട്ട് 3 പീസ് കണക്ട് ചെയ്യുക. അതിനുശേഷം 2 പീസ് കണക്ട് ചെയ്യുക. അതിനുശേഷം ഒരു പീസ്, അതായത് 4 3 2 1 എന്നൊരു പാറ്റേണിൽ നിങ്ങൾ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം റെഡ് പീസുകൾ കൊണ്ട് ഈ ഒരു ടെയിലിന് ഇരുവശങ്ങളിലായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ ഗ്ലൂ ചെയ്ത് കണക്ട് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ ഗ്ലൂ ചെയ്ത് തന്നെ കണക്ട് ചെയ്യുക. ഇതുപോലെ ഈ ഒരു ടെയില് നമുക്ക് സ്വാൻ്റെ ബോഡിയുടെ പുറകിൽ ഈ ഒരു വശത്തായിട്ട് നമുക്ക് ഗ്ലൂ ചെയ്യാനുള്ളതാണ്. നമുക്കിപ്പോൾ ഗ്ലൂ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഗ്ലൂ ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് സ്വാൻ്റെ ചിറകാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 3 പീസുകൾക്ക് മുകളിലായിട്ട് ഇതേപോലെ 2 പീസ് കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു റൈറ്റ് സൈഡിലെ ഒരു പീസിനെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. ഒരു എഡ്ജ് മാത്രം അതിൽ കണക്ട് ചെയ്യുക, ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇതേപോലെ 2 പീസ് കണക്ട് ചെയ്യുക. വീണ്ടും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. ഇവിടെ ഇൻക്രീസ് ചെയ്യുക, അതിന് മുകളിലായിട്ട് 2 പീസ് കണക്ട് ചെയ്യുക. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് പോവുക. വീണ്ടും ഇൻക്രീസ് ചെയ്യുക, അതിനെ അബോവായിട്ട് 2 പീസുകൾ കൊണ്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ എണ്ണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 4 എണ്ണം ഉണ്ട്. ഇത് 16 ആവണ വരെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. അങ്ങനെ 16 തവണ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഇതിന് മുകളിലായിട്ട് ഒരു പീസ് ഇതേപോലെ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ ടെയിലിൽ ചെയ്ത പോലെ തന്നെ ഇതിന് വശത്തായിട്ട് ഇതുപോലെ റെഡ് പീസുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ റെഡ് പീസുകൾ കൊണ്ട് ഈ ഒരു വശത്തെ കംപ്ലീറ്റ് ചെയ്യുക. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഗ്ലൂ ചെയ്ത് തന്നെ വേണം ഈ ഭാഗം മുഴുവനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളിതാ ഒരു ചിറക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ അടുത്ത ചിറകും ഇതേപോലെ ഉണ്ടാക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ടും സെയിം മോഡലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പക്ഷേ നമ്മൾ മിററായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഒരു സൈഡ് റൈറ്റ് സൈഡിലാണ് ഇൻക്രീസ് ചെയ്യണതെങ്കിൽ ഇപ്പുറത്തെ ചിറക് ലെഫ്റ്റ് സൈഡിലാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമിലറായിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മളെല്ലാ പാർട്ടുകളും റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് നെക്കാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളിതാ 17 പീസുകളെ ഇതേപോലെ ഒരു ലൈനിൽ ഗ്ലൂ ചെയ്ത് കണക്ട് ചെയ്യുക. അതിന് ശേഷം ഒരു ബ്ലാക്ക് പീസ് സ്മോൾ തന്നെയാണ്, അത് കണക്ട് ചെയ്യുക. അതിനുശേഷം ഒരു ഓറഞ്ച് പീസും കൊണ്ട് ഇതിനെ ഫിനിഷ് ചെയ്യുക. അടുത്തായി നമ്മുടെ ബോഡിയിൽ ഇതുപോലെ ആ നെക്കിനെ ഗ്ലൂ ചെയ്ത് കണക്ട് ചെയ്യുക. ഇതുപോലെ നെക്കിനെ നമുക്ക് കുറച്ച് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയായി നിങ്ങൾ ചിറകിനെ ഗ്ലൂ ചെയ്ത് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞ പോലെ ടെയിലും കണക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ചിറകും അതുപോലെ തന്നെ ടെയിലും
ഇതുപോലെ ഗ്ലൂ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കഴുത്തിൽ നമുക്കിതാ ഇവിടെയായിട്ട് കണ്ണിൻ്റെ പടം വേണമെങ്കിൽ ഒരു മാർക്കറിൻ്റെ സഹായത്തോടെ വരച്ചു കൊടുക്കാം.